പവർ ടീം എന്ന കൺസെപ്റ്റിനെ പറ്റിയിട്ട് ചില സുപ്രധാന തീരുമാനങ്ങൾ നാളെ എടുക്കുമെന്ന് ലാലേട്ടൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിനോടനുബന്ധിച്ചിട്ട് ഒരു പ്രൊമോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ ഓരോരുത്തരോടും പവർ ടീമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സിജോ പറയുന്നുണ്ട്, പവർ ടീമിൽ കയറുന്നവരെ നോമിനേഷൻ ഫ്രീ ആക്കുന്നതിനോട് സിജോയ്ക്ക് യോജിപ്പില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ രശ്മിൻ പറയുന്നുണ്ട്, പവർ ടീം എന്ന കൺസെപ്റ്റ് വേണ്ട എന്നാണ് രശ്മിന്റെ അഭിപ്രായമെന്ന്. എനിക്ക് പേഴ്സണലി പവർ ടീം എന്ന കൺസെപ്റ്റിനോട് കുറച്ച് എതിർപ്പാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസിന്റെ ഏറ്റവും ക്ലാസിക് ഗെയിം ആയിട്ടുള്ള ഹോട്ടൽ ടാസ്ക് കുളമാകാൻ ഒരു പരിധി വരെ ഈ കൺസെപ്റ്റാണ് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ആണെങ്കിൽ എല്ലാ ടീമുകൾക്കും ഒരുപോലെ മത്സരിച്ച് ഒരുപോലെ പ്ലീസ് ചെയ്ത് അതിഥികളിൽ നിന്ന് കോയിൻസ് നേടണമായിരുന്നു. ഇവിടെ പവർ ടീം അംഗങ്ങൾക്ക് ഭയങ്കര പ്രിവിലേജ്ഡ് ആയ ആൾക്കാരാണ്. അവർക്ക് ആരെയും പ്ലീസ് ചെയ്യേണ്ടതുമില്ല, അതുപോലെ തന്നെ ആരിൽ നിന്നും കോയിൻ കളക്ട് ചെയ്യേണ്ടതിന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ടാസ്കിനെ മാക്സിമം കുളമാക്കാനാണ് ട്രൈ ചെയ്തത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ ടീം അംഗങ്ങൾക്ക് നോമിനേഷൻ ഫ്രീ ആക്കുന്നത്. 2 ആഴ്ച തുടർച്ചയായി പവർ ടീമിൽ എങ്ങനെയെങ്കിലും ഒക്കെ കയറി പറ്റിയത് കൊണ്ട് മാത്രമാണ് ശ്രീരേഖ നോമിനേഷനിൽ വരാതിരുന്നതും ഔട്ടാകാതിരുന്നതും. അതുകൊണ്ട് തന്നെ പവർ ടീമിന് പുറത്ത് നിന്ന ഗബ്രിയെ പോലെയുള്ള കണ്ടസ്റ്റന്റുകൾ പുറത്താക്കപ്പെടുകയും ചെയ്തു. എന്തായാലും പവർ ടീം എന്ന കൺസെപ്റ്റ് പൂർണ്ണമായി ഈ സീസണിൽ എടുത്തു കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് പവർ റൂം ഒക്കെ സെറ്റ് ചെയ്തതല്ലേ. എന്തെങ്കിലും ഭേദഗതികളോട് കൂടിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ചാൻസ്. ഇനി അഥവാ പവർ ടീം എന്ന കൺസെപ്റ്റ് മുഴുവനായി എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പവർ റൂം ഭരിക്കാൻ പോകുന്നത് എന്നറിയാനായിട്ട് എനിക്ക് ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ട്.